വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ രാഷ്ട്രീയ വിശാരദന്മാരെ എക്കാലത്തും കുഴക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് കൂടുതൽ ബാധിക്കുക, അനുകൂലമോ പ്രതികൂലമോ ബാധിക്കുക എന്നത് ഒരു വലിയ പ്രഹേളികയാണ്. ഇവിടെ 7 ഘട്ടമായി നടക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം ഏപ്രിൽ മാസം 19-ാം തീയതി നടന്നു കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഇടിവാണ് അവിടെ സംഭവിച്ചത്. 5% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. അത് മാത്രമല്ല, മിക്കവാറും സംസ്ഥാനങ്ങൾ, 7 സംസ്ഥാനങ്ങൾ, ഏത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പുകൾ നടന്നു, എല്ലാ മണ്ഡലങ്ങളിലേക്കല്ല എങ്കിൽ പോലും തമിഴ്നാട്ടിൽ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. 68% നിൽക്കുകയാണ്. 72-73% നിന്ന് 68 കുറഞ്ഞു വന്നു. ബീഹാറിൽ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. 48-50% ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഏതാനും മണ്ഡലങ്ങൾ അത് കുറഞ്ഞിരിക്കുന്നു. ആകപ്പാടെ മേഘാലയയിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ തോതിലെങ്കിലും വർധന കാണിക്കുന്നത്. 102 സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് സ്വല്പം പ്രതീക്ഷ നൽകുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും അക്കൂട്ടത്തിലുണ്ട് എന്ന് കരുതാം. അത് മാത്രമല്ല, കോൺഗ്രസിന് നിർണായകമായ ചില സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുകയും ചെയ്യുന്നു, മധ്യപ്രദേശിൽ ഉൾപ്പെടെ. അങ്ങനെയെങ്കിൽ ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നതിനെ എനിക്ക് ആകമാന ചിത്രം നോക്കുമ്പോൾ അത് ഒരു കാര്യമായ ആന്റി ഇൻകംബൻസി വോട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. വോട്ടിംഗ് ശതമാനം കുറയുന്നത്, തമിഴ്നാട്ടിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നു. അതിനർത്ഥം എന്താ? MK സ്റ്റാലിൻ നയിക്കുന്ന DMK ഭരണകൂടത്തിനെതിരെ കാര്യമായ ഒരു നെഗറ്റീവ് വോട്ടിൽ, ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം, പലപ്പോഴും ഈ നെഗറ്റീവ് വോട്ടാണ് വളരെ ആവേശപൂർവ്വം ചെയ്യുന്നത്. പോസിറ്റീവ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ആവേശപൂർവ്വം നെഗറ്റീവ് വോട്ടാണ്. പക്ഷെ ഇതേ സ്വരത്തിൽ തന്നെ, ഇതേ ശ്വാസത്തിൽ പറയേണ്ടി വരും, ശ്രീ നരേന്ദ്രമോദിയും BJPയും വളരെ വലിയ പ്രചരണമാണ്, കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള വളരെ വലിയ പണക്കൊഴുപ്പുള്ള, വലിയ കുറുക്കിക്കൊള്ളുന്ന പ്രചരണമാണ് ഇപ്രാവശ്യം മോദി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഏഷ്യയെങ്കിൽ ചില പോസിറ്റീവ് വോട്ടുകളും, പ്രത്യേകിച്ച് സാധാരണ ഉറങ്ങിപ്പോകുന്ന അർബൻ വോട്ട്, ഒരു നോൺ പൊളിറ്റിക്കൽ വോട്ട്, അത് വികസന വോട്ടാണ്. വികസനത്തിന് വേണ്ടി മോദിക്ക് ഒരു വോട്ട് നൽകൂ, അല്ലെങ്കിൽ മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ഒരു വോട്ട് നൽകൂ, ഇന്ത്യയെ വികസിത ഭാരതമാക്കാൻ 2047 വികസിത ഭാരതമാക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം നോൺ പൊളിറ്റിക്കൽ, BJPക്കാരല്ല, അവർ സംഘപരിവാറിന്റെ ആൾക്കാരല്ല, അവർ ഹൈന്ദവ ദേശീയവാദികളല്ല, അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് സ്വാഭാവികമായി പ്രതീക്ഷിച്ചു BJP. അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എണ്ണം കുറയുമ്പോൾ, പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിൽ എണ്ണം കുറയുമ്പോൾ അതിനർത്ഥം പതിവ് പോലെ തന്നെ ആ വോട്ടുകളെ ഉദ്ദീപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നെഗറ്റീവും പോസിറ്റീവുമായ ഫാക്ടേഴ്സ് ഏതാണ്ട് ആബ്സെന്റ് ആണ്. അപ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു മടുപ്പാണ് യഥാർത്ഥത്തിൽ വോട്ടിംഗ് ശതമാനം കുറയാനുള്ള കാരണം. ആ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് വോട്ടിംഗ് ശതമാനം കുറയുന്നത് ബാധിക്കുക. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു, അത് DMK മുന്നണിക്ക് അനുകൂലമായ രീതിയിൽ ഉണ്ടാവാം വോട്ടിംഗ് ശതമാനം കുറയുന്നത്. കാരണം DMK ഏതാണ്ട് ഒരു കേഡർ പാർട്ടിയാണ്, DMKയോടൊപ്പം നിൽക്കുന്ന CPIയും കേഡർ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ആകെപ്പാടെ വിഘടിച്ചു നിൽക്കുന്ന DMKയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംഘടനാ പശ്ചാത്തലം DMK മുന്നണിക്കുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയാണല്ലോ DMK നേതൃത്വം നൽകുന്ന മുന്നണി, അവർക്കുണ്ട്. അതിന്റെ പ്രയോജനം അവർക്ക് ലഭിക്കും. കേഡർ വോട്ടുകൾ ഒരിക്കലും മാറിപ്പോവില്ല, അത് പോൾ ചെയ്യപ്പെടും. നിഷ്പക്ഷ വോട്ടുകളും അല്ല എങ്കിൽ പൊളിറ്റിക്കൽ വോട്ടുകളും ഒക്കെ തന്നെയാണ് ഒരുപക്ഷെ പോൾ ചെയ്യപ്പെടാതിരിക്കുന്നത്. അതുകൊണ്ട് ദോഷം വരാനില്ല. പക്ഷേ BJPക്ക് സന്തോഷിക്കാം. കാരണം BJPയുടെ കോർ വോട്ടുകൾ ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയാണ്. അണ്ണാമലൈ, തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ അധ്യക്ഷൻ ശ്രീ അണ്ണാമലൈ, ഒരു IPS ഓഫീസർ ആയിരുന്ന, കർണാടക കേഡറിലെ IPS ഓഫീസർ കൂടിയായിരുന്ന അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നു. പൊൻ രാധാകൃഷ്ണൻ മുൻ MP ആണ്, കന്യാകുമാരിയിൽ മത്സരിക്കുന്നു, നാഗർകോവിൽ മേഖലയിൽ മത്സരിക്കുന്നു. ഇവിടെ രണ്ടും വിജയപ്രതീക്ഷയുള്ള സീറ്റുകളാണ്. അവിടെ എണ്ണം കുറയുമ്പോൾ BJP വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണിരിക്കും. പക്ഷെ BJPക്ക് ശക്തമായ ഒരു സഖ്യകക്ഷി ഇല്ല എന്നതാണ് അവിടുത്തെ ന്യൂനത. അതുകൊണ്ട് BJPക്കും ആശിക്കാൻ വലിയ വകയൊന്നുമില്ല തമിഴ്നാട് നിൽക്കുന്നത്. കാരണം തമിഴ്നാടിനെ കുറിച്ച് ഞാൻ ഏറെ പറഞ്ഞു, തമിഴ്നാട്ടിലെ ഈ 39 സീറ്റിലും പോണ്ടിച്ചേരിയിലെ 1 സീറ്റിലും അങ്ങനെ 40 സീറ്റ്, ആകെ 102-ൽ 40 തമിഴ്നാട് പോണ്ടിച്ചേരി മേഖലയിൽ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളായി ചിതറിക്കിടക്കുന്ന വോട്ടുകളിൽ അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ബീഹാറിൽ യഥാർത്ഥത്തിൽ എപ്പോഴും കുറവാണ്, വോട്ടിംഗ് ശതമാനം കുറവാണ്. പൊതുവെ അവിടെ അസ്ഥിരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉള്ളത് കൊണ്ടാവാം നിതീഷ് കുമാറിനെതിരെ അതിശക്തമായ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നുവെങ്കിൽ
ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ബീഹാറിലെ മണ്ഡലങ്ങളിൽ ചെയ്യപ്പെടുമായിരുന്നു. സംഭവിച്ചിട്ടില്ല എന്ന് കാണാം. മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ ഉൾപ്പെടെ നകുൽനാഥ് മത്സരിക്കുന്ന മധ്യപ്രദേശിലെ ചിന്ദ്വാര ഉൾപ്പെടെ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ നടത്തപ്പെട്ട വോട്ടുകളിലും പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ ചില മണ്ഡലങ്ങളിൽ സഹായിക്കുകയും ചില മണ്ഡലങ്ങളിൽ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അല്ലാതെ കൃത്യമായി ഇന്നതാണ് സംഭവിക്കുന്നത് എന്നറിയില്ല. ഒരു ഘട്ടവും കൂടെ കേരളം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രണ്ടാം ഘട്ടം ഏപ്രിൽ 26 നടക്കുന്ന രണ്ടാം ഘട്ടത്തിലും ഒരു ഉണർവുണ്ടാകുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് BJP പ്രതീക്ഷിക്കുന്ന 370 സീറ്റ്, NDA പ്രതീക്ഷിക്കുന്ന 400 സീറ്റിൽ എത്തിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.